എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 10-15 വർഷം സ്ഥിരമായിട്ട് മെലാമിൻ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്ത ഒരു പെയിന്ററെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ക്യാൻസർ വരും. പെയിന്റിനൊരു പ്രത്യേകതയുണ്ട്. പെയിന്റ് 24 മണിക്കൂറും പൊടിയുന്ന ഒരു സാധനം. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു 4-5 ദിവസം. പെയിന്റ് എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട കെമിക്കൽ കോമ്പിനേഷൻ. അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലും ബിൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ക്വാളിറ്റി കുറഞ്ഞ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ വീടോ ബിൽഡിങ്ങോ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതൊന്നും ഇല്ലാത്ത 100% നാച്ചുറലായിട്ട് ഒരു മനുഷ്യന് ആരോഗ്യപരമായിട്ട് ഒരു കേടുമില്ലാതെ പെയിന്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ഫാക്ടറിയിലാണ് ഞാൻ എന്നുള്ളത്. ഏതാണ് കമ്പനി എന്നുള്ളതും എന്താണ് അവരുടെ ഗുണങ്ങളെന്നൊക്കെ A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. നേരെ ഫാക്ടറിയുടെ അകത്തേക്ക് പോവാം. അപ്പോൾ അതെ, കേരള പെയിൻസിൻ്റെ ഫാക്ടറിയുടെ അകത്താണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രൊഡക്ഷൻ മാനേജറാണ്. പേരെങ്ങനെയായിരുന്നു? അർജുൻ. അപ്പോൾ എന്താണ് പെയിൻ്റ് എന്നും എങ്ങനെയാണ് പെയിൻ്റ് എന്നൊക്കെ വളരെ വിശദമായിട്ട് പല തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് ഒറ്റ വാക്കിൽ കേട്ടാൽ മനസ്സിലാവുന്ന ഒരൊറ്റ ഡയലോഗ്. അർജുൻ, എന്താണ് പെയിൻറ്? എന്തിനാണ് പെയിൻറ്? എങ്ങനെയാണ് ഈ പെയിൻറ് ഉണ്ടാവുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലേഴ്സും ഒരു പശയും ചേർന്ന് കഴിഞ്ഞാൽ അതാണ് ബേസിക്. അതാണ് ബേസിക്. ഈ ഒരു രണ്ട് സംഭവം ഉണ്ടെങ്കിൽ രണ്ട് സംഭവം മാത്രമല്ല, നമുക്ക് പിന്നെ അതിൽ വേറെ കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. അത് നമ്മൾ ക്വാളിറ്റി പർപ്പസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ വളരെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ ഇത് രണ്ട് മാത്രം, ഈ ഒരു രണ്ട് സാധനം. അപ്പോൾ ഈ ഒരു രണ്ട് സാധനം ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് പെയിന്റ് പെയിന്റായി. പിന്നെ അതിന്റെ ക്വാളിറ്റി പർപ്പസ് ഒക്കെ കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് പെയിന്റ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതെന്നും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്നും ആരോഗ്യത്തിനും മനുഷ്യനും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടാണ് ഈ കേരള പെയിന്റ്സിന്റെ ഒരു സംഭവം അല്ലേ. അതിന്റെ A to Z കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതെ, നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് അല്ലേ. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് മിക്സിങ് നടക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരുപാട് ടാങ്കുകൾ കാണാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പിന്നെ വേർഡ് എന്താണ് ഈ ഒരു സംഭവത്തിന്? വെസൽസ് എന്ന് പറയും. അതെ, ഇവരുടെ ഭാഷയിൽ വെസൽസും നമ്മുടെ ഭാഷയിൽ ടാങ്കുമാണ്. ഇത് പലതരത്തിലുള്ള വെയിറ്റേജിനനുസരിച്ചാണ് അല്ലേ. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ അഡിറ്റീവ് മെറ്റീരിയൽസ് ആഡ് ചെയ്യും. അതൊന്ന് ഗ്രൈൻഡ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഏകദേശം എത്ര ടൈം വരും? അഡിറ്റീവ് മെറ്റീരിയൽസ് ഗ്രൈൻഡ് ആയി വരാൻ നമുക്ക് ഏകദേശം ഒരു 10 മിനിമം 20 മിനിറ്റ് വരെ വരുള്ളൂ. അതിനുശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങൾ. ആദ്യം നമ്മൾ ഇനി കാണാൻ പോകുന്നത് പെയിന്റിന്റെ ആദ്യ പടി മിക്സിംഗ് ആണ് അല്ലേ. ആദ്യം മിക്സിംഗ് കാണാം, അതിനുശേഷം അടുത്തത് കാണാം. ഞാനിത് ഇവിടെ കേരള പെയിന്റ്സിന്റെ പിന്നെ ലാബിനകത്താണുള്ളത്. ഇതാണ് ഇവിടുത്തെ QC. ബ്രോന്റെ പേര് സായന്ത്. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ പിന്നെ ക്വാളിറ്റി ചെക്കപ്പും കാര്യങ്ങളും അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും? നമ്മളിപ്പോ ഫാക്ടറിയിലുള്ളത്. ഫാക്ടറിയിൽ ബേസിക് ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റിയും നമ്മൾ ഈ വാറണ്ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡെയിലി ബേസിൽ എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ പെയിന്റിന്റെ വെയിറ്റ് നോക്കും. നമ്മളൊരു ബക്കറ്റിൽ പാക്കിങ്ങിന്റെ വെയിറ്റ് ഉണ്ടാവും. ഓരോ പെയിന്റിനും ഓരോ വെയിറ്റ് ആയിരിക്കും. അത് നമ്മൾ ബേസിക്കലി ടെസ്റ്റ് ചെയ്യും. പിന്നെ പെയിന്റിന്റെ pH നോക്കും. നമുക്ക് ആൽക്കലൈൻ ക്വാളിറ്റിയിലാണ് നമുക്ക് pH വേണ്ടത്, അത് ടെസ്റ്റ് ചെയ്യും. പിന്നെ പെയിന്റിന്റെ കട്ടി, നമ്മൾ തിക്നെസ് എന്ന് പറയും. അത് ഈ പശേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ കൂടിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ കട്ടി കൂടുതലായിരിക്കും. പ്രൈമറുകളൊക്കെ ആണെങ്കിൽ അതിനും ബേസിക് ആയിട്ടുള്ള ഒരു കട്ടി ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പിന്നെ നമ്മളവിടെ പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒന്ന് നോക്കിയിരുന്നു. അതിന്റെ ഒരു ഫൈനൽ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ. ഫൈനൽ നമ്മൾ ഇവിടെ ചെയ്യും. അതിന്റെ ഇടയിൽ നമ്മൾ ഇടുന്ന ഫില്ലേഴ്സിന്റെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ. ഇനി എനിക്ക് വേറൊരു സംശയം. ഇപ്പൊ നമ്മള് ഓരോ കമ്പനികൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കേരള പെയിന്റ് കൊടുക്കുന്ന 5 കൊല്ലം 10 കൊല്ലത്തൊക്കെ വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു 10 വർഷത്തെ വാറന്റി എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർ ആ ഒരു 10 വർഷം കാത്തിരുന്നിട്ടാണോ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുക? അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? അല്ലല്ല, നമ്മൾ ഒരിക്കലും 10 വർഷം നമുക്ക് അടിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന പോസിബിൾ അല്ല. നമ്മൾ ഈ 10 വർഷം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ്. നമ്മളിപ്പം ഒരു വർഷത്തെ പുറത്ത് നമ്മളൊരു വോളിൽ അടിച്ചാലുള്ള എക്സ്പോഷർ നമ്മളൊരു 1 മന്ത് കൊണ്ട് നമ്മൾ അതിന് പ്രത്യേകം
UV പ്രൊട്ടക്ഷന്റെ ലൈറ്റും പിന്നെ ഈ ആൽഗൽ ചേമ്പർ നമ്മൾ നോർമലി എമൽഷനുകളിലും എക്സ്റ്റീരിയർ എമൽഷനിലാണ് പറയുന്നത്. പായല് പൂപ്പൽ എന്നുള്ള കംപ്ലൈന്റുകളുണ്ട്. ആ കംപ്ലൈന്റ് വരാൻ നമ്മൾ ഓൾറെഡി ആൽഗെ ഗ്രോത്ത്, ആൽഗൽ ചേമ്പർ എന്ന് പറയും. ആൽഗയ്ക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് ആൽഗയെ വളർത്തിയെടുത്തിട്ട് നമ്മളൊരു 1 month നമ്മുടെ ആൽഗൽ ചേമ്പറിൽ ഇടും. അത് ചിലപ്പോൾ നമ്മൾ പുറത്തൊരു നോർമലി നമ്മൾ എക്സ്പോഷറിൽ കൊടുക്കുകയാണെങ്കിൽ 1 year കിട്ടുന്ന എക്സ്പോഷർ നമുക്ക് 1 month കൊണ്ട് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഓരോ ബാച്ചിന്റെയും സാമ്പിൾസ് ഇവിടെ സൂക്ഷിക്കും. അപ്പൊ അതിൽ വരുന്ന കസ്റ്റമർ ഇപ്പൊ മേ ബി ഏതെങ്കിലും കസ്റ്റമർ ഒരു വാറന്റിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നിങ്ങൾ ആ ഒരു ബാച്ച് എടുത്തിട്ടാണോ ചെക്ക് ചെയ്യുക? നമ്മളോട് ഇപ്പം കസ്റ്റമർ നമ്മൾ ചോദിക്കും നിങ്ങൾ എടുത്ത ഏത് ബാച്ചിനാണ് കംപ്ലൈന്റ്. അപ്പൊ ബാച്ച് നമ്പർ പറഞ്ഞാൽ ബാച്ച് നമ്പർ നോക്കിയിട്ട് ആ സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ അത് ഇവിടെ കാണുന്ന ഈ ബോട്ടിൽസ് ഒക്കെ ഇതിന്റെ സാമ്പിൾസ് ആണ് അല്ലേ? ഇത് നമ്മുടെ മാസ്റ്റർ സാമ്പിൾ ആണ്. നമ്മൾ ഇതിന്റെ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഈ ഒരു മാസ്റ്റർ സാമ്പിൾസിന്റെ ക്വാളിറ്റിയിൽ സാധനം നമുക്ക് മാർക്കറ്റിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത മാസ്റ്റർ സാമ്പിൾ ആണ്. ഇപ്പൊ ഇത് QC കഴിഞ്ഞ് വെച്ച സാധനമാണ്. ഓക്കെ. നോക്കി ഇവിടെ ഒരുപാട് പിന്നെ സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഓരോ ബാച്ചിന്റെ ഓരോ സാമ്പിൾസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി മിസ്സിങ് തോന്നിക്കഴിഞ്ഞാൽ ആ ബാച്ച് ഏതാണെന്ന് ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇതേപോലത്തെ സാമ്പിൾസ് ഒരുപാട് ഉണ്ടാവും. അതിന്ന് ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ കാര്യങ്ങൾ ഇവർ കറക്റ്റ് ചെയ്തിട്ട് റെഡി ആക്കി കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരുപാട് നേരത്തെ മിക്സിങ്ങിന് ശേഷം അതേപോലെ തന്നെ ലാബിലെ ക്വാളിറ്റി ചെക്കപ്പിന് ശേഷം നേരെ വരുന്നത് ഈ ഒരു പിന്നെ പാക്കിംഗ് സെക്ഷനിലേക്കാണ്. അത് വ്യത്യസ്തമായ അളവുകളിലാട്ടോ. ഇത് 1 ലിറ്റർ ആണ്, ഇത് 4 ലിറ്ററിന്റെ ചെറിയ ബക്കറ്റ്, അതേപോലെ തന്നെ ഇത് 10 ലിറ്ററിന്റെ മീഡിയം ബക്കറ്റ്, ഇത് 20 ലിറ്ററിന്റെ വലിയ ബക്കറ്റ്. ഇങ്ങനെ പല വ്യത്യസ്തമായ അളവുകളിലാണ് ഈ ഒരു സംഭവം ഇവർ കേരള പെയിന്റ് നേരെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, ഈ മെഷീനിലാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇതിലിങ്ങനെ അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ആ ഒരു മോണിറ്ററിൽ ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതിൻ്റെ അടിയിൽ 2 ബക്കറ്റ് വെക്കും. അത് കറക്റ്റ് 20 ലിറ്ററാണ് സമയത്ത് ഓട്ടോമാറ്റിക് ഉണ്ടാവും, സ്റ്റോപ്പ് ആവും. അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് വെച്ച് അടച്ചിട്ട് ഈ ഒരു കൺവെയറിലൂടെ ഇങ്ങനെ വരും. ഇവിടെ ഈ ഒരു സാധനത്തിൽ വെച്ചത് പ്രസ്സാവും. അതിൻ്റെ അടപ്പ് കറക്റ്റായിട്ട് പ്രസ്സാവും കേട്ടോ. അതിനുശേഷം ഇവിടുന്ന് മാനുവലി എന്ത് ചെയ്യണം, എടുത്ത് ഇങ്ങോട്ട് അൺലോഡ് ചെയ്ത് വെക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പാക്കിംഗ് പ്രോസസ്സ് വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പെയിൻ്റ് ഉണ്ടാക്കുന്ന വളരെ വിശദമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. അതിൻ്റെ മേക്കിങ്ങും എല്ലാം നമ്മളിപ്പോൾ നിലവിൽ കണ്ടു. മേക്കിംഗ്, പാക്കിംഗ് എല്ലാം കണ്ടു. ഇനി എന്താണ് കേരള പെയിൻറ് എന്നൊന്നും അറിയണ്ടേ, അത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് കേരള പെയിന്റിന്റെ ചെയർമാൻ നമ്മൾ കൂടുന്ന. സാറിന്റെ പേര്? എൻ്റെ പേര് ലിജോ എന്നാണ്, കമ്പനിയുടെ ചെയർമാൻ. എന്താണ് ഇനി ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, മറ്റുള്ള പെയിന്റുകളും കേരള പെയിന്റും തമ്മിലുള്ള മാറ്റം സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം. മറ്റുള്ള പെയിന്റുകൾ കേരള പെയിന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കില്ല, മണം ഉണ്ടാവില്ല. അതായത് ഇന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് കയറി താമസിക്കാം, ഒരു തരം സഫിക്കേഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ICUയിൽ പോയിട്ടുണ്ടാവും. ICUയിലൊക്കെ അടിക്കുന്ന പെയിന്റ് കുറച്ച് പ്രത്യേകതയുള്ള പെയിന്റാണ്. കാരണം ആ പേഷ്യന്റിന് ഒരു തരം സഫക്കേഷൻ ഉണ്ടാവാൻ പാടില്ല, അവന് ശ്വസിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല, അലർജി ഉണ്ടാവാൻ പാടില്ല, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ പെയിന്റ് ആ ക്വാളിറ്റിയുള്ള പെയിന്റാണ് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ കേരള പെയിന്റ് എല്ലാ ഗ്രേഡും ഉണ്ടാക്കുന്നത്, ആ ക്വാളിറ്റിയിലാണ്. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയാണ്. പെയിന്റിനൊരു പ്രത്യേകതയുണ്ട്. പെയിന്റ് 24 മണിക്കൂറും പൊടിയുന്ന ഒരു സാധനം. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു 4-5 ദിവസം നിങ്ങൾ വീട് അടച്ചിട്ട് എങ്ങനെയും ടൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് മുഴുവൻ പൊടി കാണും. നോർമലി നമ്മുടെ വീട്ടുകാരൊക്കെ പറയും അത് പുറത്തുനിന്ന് പൊടിയാണ്, പക്ഷെ അതല്ല. 24 മണിക്കൂറും പൊടിയുമ്പോൾ ചെറിയ പാർട്ടികളായ കാരണം നമ്മുടെ അമ്മമാർക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷെ അടിച്ചു വാരുമ്പോൾ കറക്റ്റ് കുറച്ചധികം പൊടി ഉണ്ടാവും. ഈ പൊടി വരുന്നത് മുഴുവൻ പെയിന്റ് നിന്നാണ്. പെയിന്റ് എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, കെമിക്കൽ കോമ്പിനേഷൻ. അപ്പൊ ഈ കെമിക്കലില് റോ മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടാണ്. കാരണം റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഹെവി മെറ്റൽസ് ഉണ്ടാവും. ഹെവി മെറ്റൽസ് നമുക്ക് പോയ്സൺ ആണ്, ഒരു സംശയവും വേണ്ട. അപ്പം ഞങ്ങൾ ഈ സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ മുഴുവൻ പുറത്തുനിന്ന് വരുന്ന റോ മെറ്റീരിയലാണ്, ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹെവി മെറ്റൽസ് ഉണ്ടാവില്ല. മനസ്സിലായി? ലെഡ്, കാഡ്മിയം പോലുള്ള എല്ലാ ഹെവി മെറ്റൽസും നമുക്ക് പോയ്സൺ ആണ്, നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതാണ് ഈ പൊടിയുന്ന സ്ഥാനത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ കൂടുതൽ നേരം നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ നേരം വീടിനകത്ത് സ്പെൻഡ് ചെയ്യണത് നമ്മുടെ കൊച്ചുമക്കളും മുതിർന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് കരൾ രോഗം, ശ്വാസകോശ അസുഖങ്ങളൊക്കെ വരുന്നത്. തന്നെയല്ല, പെയിന്റർമാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ഫസ്റ്റ് ബക്കറ്റ് പൊട്ടിക്കുന്നത് പെയിന്റർമാരാണ്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് 2018 തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. അതായത് അവർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പോളിഷ് ഐറ്റംസ് ഉണ്ട്. പോളിഷ് ഐറ്റംസിൽ മെലാമിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. മെലാമിൻ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല, അത്രയും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 10-15 വർഷം
സ്ഥിരമായിട്ട് മെലാമിൻ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്ത ഒരു പെയിന്ററെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ക്യാൻസർ വരും. ഒരു സംശയം വേണ്ട. ആരോഗ്യ പ്രശ്നം, ഗുരുതര പ്രശ്നങ്ങളാണത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗുരുതര പ്രശ്നമല്ലേ, അത്രയും പ്രശ്നമാണ്. ഒരു സംശയം വേണ്ട. അർത്ഥസംഖ്യക്കിടയില്ലാതെ ഞാൻ പറയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന്റെ പിന്നാലെ പോയപ്പോഴാണ് കേരള പെയിന്റ് ഉണ്ടായത്, സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി ഉണ്ടായത്. ഇപ്പം ഞങ്ങളിത് പറഞ്ഞപ്പോൾ പലരും ആദ്യത്തിൽ പറഞ്ഞത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോഴും ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു ചാലഞ്ച് ആക്കി എടുത്തു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടൊരു പെയിന്റ് വേണം, റബ്ബർ പാലിന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. 1.5 കൊല്ലം ഞങ്ങൾ അവിടെ ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 കൊല്ലം എടുത്തു. ഏകദേശം 10 സയന്റിസ്റ്റുമാർ ഞങ്ങളുടെ കൂടെ നിന്നിട്ടാണ് 1.5 വർഷത്തിന് ശേഷം 100% നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ പാലിൽ നിന്ന് കേരള പെയിന്റിന്റെ ഭദ്ര എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിഞ്ഞ മാസം മിനിസ്റ്ററാണ് വന്നിട്ടുണ്ടായിരുന്നത്, വാസവ മിനിസ്റ്ററാണ് ഞങ്ങൾക്ക് തന്നത്. ആ സമയത്ത് ഭയങ്കര അഭിമാനം ഉണ്ടായ ഒരു സംഭവമാണ്. കാരണം കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് മിനിസ്റ്റർ ഞങ്ങൾ അഭിനന്ദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനതയ്ക്ക് കിട്ടിയ അംഗീകാരം. കാരണം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ആരോഗ്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് പെയിന്റിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. കാരണം മലയാളികൾക്ക് ഭയങ്കര ബോധം ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കേരള പെയിന്റ് 2 കൈയല്ല 4 കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയാൻ എനിക്കിഷ്ടം. അതുപോലെ തന്നെ മാധ്യമങ്ങളായാലും സർക്കാരായാലും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തന്നത്. അപ്പൊ കേരളത്തിലുള്ള ഏത് പെയിന്റിനെ വെച്ച് നോക്കുകയാണെങ്കിലും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ കവറേജ് ഉള്ള ഒരു പെയിന്റ് ഇറക്കിയപ്പോൾ മലയാളികൾ മുഴുവൻ ഒന്നടങ്കം സ്വീകരിച്ചു എന്ന് പറയാം. കാരണം നമ്മുടെ പെയിന്റിന്റെ ഒരു പ്രത്യേകത 30% കവറേജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോർമലി ഒരു വീട് പെയിന്റ് അടിക്കാൻ 100 ലിറ്റർ പെയിന്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു 60-65 ലിറ്റർ പെയിന്റ് എടുത്താൽ തന്നെ സഫീഷ്യന്റ് ആവുന്ന മാത്രമല്ല ബഡ്ജറ്റും ഗണ്യമായിട്ട് ചോദ്യം കുറഞ്ഞു. കാരണം ഞാൻ നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി റേറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് പക്ഷെ വേറൊരു കാര്യമുണ്ട്. സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ നോർമലി കേരളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനികളൊക്കെ പ്രൊഡക്റ്റ് വെക്കുന്നത് ഒരു ജില്ലാതലത്തിൽ ഒരു CNF ഉണ്ടാവും, അത് കഴിഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഒരു ഡീലർ ഉണ്ടാവും, ഒരു സബ് ഡീലർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഷോപ്പ്. അവിടെ നിന്നാണ് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഈ രീതിയിൽ ഞങ്ങൾ വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെക്കാളും വില കൂടുതലായിരിക്കും ഞങ്ങളുടെ പ്രൊഡക്റ്റിന്. അപ്പൊ എങ്ങനെ സാധാരണക്കാർക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വില കുറവിൽ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുക. ഈ ഇടനിലക്കാരെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഔട്ട്ലെറ്റ് ഡോർ അതും ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി വരെയുണ്ട്. നിങ്ങൾ പെയിന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പെയിന്റ് കൊണ്ടുവന്ന് കൊടുക്കും, ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന്. അതിന്റെ കളർ സെലക്റ്റീവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏത് കളർ, ഇപ്പൊ 10,000-ലധികം കളർ ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഔട്ട്ലെറ്റ് വന്നിട്ട് സെലക്ട് ചെയ്യാം. അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കളർ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് പെയിന്റ് അടിക്കാൻ എന്തൊക്കെ സാധനം വേണം അത് മുഴുവൻ നമ്മുടെ ഔട്ട്ലെറ്റിലുണ്ട്. തന്നെയല്ല ഒരു വീട് പെയിന്റ് അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. നോർമലി ഒരു പെയിന്റർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയാം ഇതിനൊരു 60 ലിറ്റർ പെയിന്റ് എടുത്തോട്ടാ, അല്ലെങ്കിൽ ഒരു 40 ലിറ്റർ പെയിന്റ് എടുത്തോട്ടാ. അവരുടെ എക്സ്പീരിയൻസ് എന്നായിരിക്കും അവർ പറയുണ്ടാവും. പകരം ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഇത്രയും ഭാഗമാണ് പെയിന്റ് അടിക്കാനുള്ളത്. ഇതിന് കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ഉള്ളിലേക്ക് ×3 1000 സ്ക്വയർ ഫീറ്റ് 1000 × 3 3000 സ്ക്വയർ ഫീറ്റ് ആണ് പെയിന്റ് അടിക്കാനുള്ള ഏരിയ. 2 കോട്ടാണ് നമ്മൾ അടിക്കുക. അപ്പോൾ 6000 സ്ക്വയർ ഫീറ്റ് ആണ് ഉൾഭാഗം മൊത്തം പെയിന്റ് അടിക്കാനുള്ളത്. ഏത് ക്വാളിറ്റിയുള്ള പെയിന്റ് ആണ് എടുക്കുന്നത്? ഇപ്പോൾ 1 ലിറ്ററിന് 100 സ്ക്വയർ ഫീറ്റ് കിട്ടുന്ന പെയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. 6000 / 100 = 60 ലിറ്റർ പെയിന്റ് നിങ്ങൾ എടുത്താൽ മതി. ഇത് നമ്മൾ അതായത് എന്താ പറയാ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് പെയിന്റ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അർത്ഥസംഖ്യക്കിടയില്ലാത്ത രീതിയിൽ എത്ര ലിറ്റർ പെയിന്റ് വേണം എന്നുള്ളത് ഏത് കസ്റ്റമർക്കും മനസ്സിലാവുന്ന ഒരു പെയിന്ററെ ഒരു അഡ്വൈസ് വേണ്ടി വരില്ല. നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. പെയിന്റർമാർ കൂടി ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി സന്തോഷമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓൾ കേരള നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ആർക്കാണ് എത്രയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടുപടിക്കൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കും. ഉറപ്പായിട്ടും ഓൾ കേരള എത്തിച്ചു ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യപരമായിട്ടില്ല, നമുക്ക് പെയിന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു സാധ്യതയുമില്ലാതെ തനി നാച്ചുറലായിട്ട് ആരോഗ്യപരമായിട്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലാണ് കേരള പെയിന്റ് എന്നാണ് സാറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെ വീടും സ്ഥാപനം എന്തുമാവട്ടെ ഭംഗിയാക്കാം ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ, അല്ലേ സാറേ? ഉറപ്പായിട്ടും. അപ്പോൾ താഴത്ത് കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയാണെങ്കിലും ശരി ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള, കേരളത്തിൽ നാച്ചുറൽ പെയിന്റ് കണ്ടുപിടിച്ചിട്ടുള്ള ആദ്യത്തെ കമ്പനി അല്ലെ? കേരളത്തിലല്ല ലോകത്തേന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. കാരണം ഞങ്ങളുടെ അറിവിൽ വേറൊരു കമ്പനി വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വീഡിയോയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിന് ലോകത്തെ ആദ്യത്തെ നാച്ചുറൽ പെയിന്റ് കണ്ടുപിടിച്ച കേരള പെയിന്റിന്റെ ചെയർമാനും ആണ് നമ്മുടെ കൂടെയുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ കൈ ഞാൻ പിടിച്ച പോലെ തന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും സംരക്ഷണം നൽകി 100%
അടിപൊളിയായിട്ട് ഭംഗിയും ആരോഗ്യം എല്ലാം നിലനിർത്തി നിങ്ങളെ വീട്ടുപടിക്കൽ കേരള പെയിന്റ് എത്തിച്ചേരും അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണാം.